കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ബസ് യാത്ര സൗജന്യമായി സ്ത്രീകൾക്ക് കൊടുക്കുമ്പോൾ അതിനുള്ളിൽ ഞങ്ങളെയും കൂടെ ട്രാൻസ്ജെൻഡറുകളും കൂടെ ഉൾക്കൊള്ളിച്ചതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ തിരിച്ചറിയാൻ അറിയാത്ത ഒരുപാട് ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട്. അപ്പം അത് കൃത്യമായി മനസ്സിലാക്കും. ഒരു നല്ലത് ചെയ്യുമ്പോൾ ആ നല്ലതാണെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. ജനങ്ങളെ സ്നേഹിക്കുന്ന, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ബസ്സിൽ വന്നപ്പോൾ 3 മാസം പോലും പോകില്ല എന്ന് പറയുന്നു. 3 മാസമില്ല, 10 വർഷം ഇതുപോലെ പോകും. വളരെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വൃദ്ധർക്കും എല്ലാവർക്കും വണ്ടിയിൽ കയറി സൗജന്യമായിട്ട് യാത്ര ചെയ്യാമെന്ന് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ. നമസ്കാരം. ഇന്ന് സംസ്ഥാനത്തെ സ്ത്രീകളെ സംബന്ധിച്ചും ട്രാൻസ്ജെൻഡേഴ്സിനെ സംബന്ധിച്ചും ഏറെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഇന്ന് KSRTC ഓർഡിനറി ബസ്സുകളിൽ നിന്ന് സൗജന്യ യാത്ര നടക്കുകയാണ്. ഇന്ന് മുതൽ അതിന് ആരംഭം കുറിക്കുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് അമയപ്രസാദാണ്. ഇതിനു മുൻപും നമ്മളോട് പ്രതികരിച്ചിരുന്നു. എങ്ങനെയാണ്, ഹാപ്പിയാണോ? ഒരുപാട് സന്തോഷമാണ്. മുന്നേ പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും. പക്ഷേ എന്നാൽ പോലും വീണ്ടും പറയുന്നത്, കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ബസ് യാത്ര സൗജന്യമായി സ്ത്രീകൾക്ക് കൊടുക്കുമ്പോൾ അതിനുള്ളിൽ ഞങ്ങളെയും കൂടെ ട്രാൻസ്ജെൻഡറുകളും കൂടെ ഉൾക്കൊള്ളിച്ചതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്നു. സർക്കാരിന് ഒരുപാട് സർക്കാരിനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. മറ്റു കൂട്ടുകാരൊന്നും എല്ലാവരും ഉണ്ട്, എല്ലാവരും പുറകിലുണ്ട്. ഓരോരുത്തർക്കും കൃത്യമായി ഇരിക്കാനുള്ള സ്ഥലം പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും കൂടെ വന്ന് ചെയ്യുന്നത്, എല്ലാവരും വന്നിട്ടുണ്ട്. അതുപോയിട്ട് എല്ലാ ജില്ലകളിലും ആക്റ്റീവായിട്ട് നമ്മുടെ ട്രാൻസ്ജെൻഡർ പ്രതിനിധികൾ അവിടെ എല്ലായിടത്തും ഉണ്ട്. പിന്നെ അതായത് ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ആക്കുന്നു എന്നുള്ളൊരു ആരോപണമുണ്ട്. അതായത് നിലവിലുള്ള ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ആക്കുന്നു. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. ഇന്ന് BJP അടക്കം ഇങ്ങോട്ട് പ്രതിഷേധം നടത്തുകയാണ്. അത് ശരിയാണോ? സത്യത്തിൽ അങ്ങനെ നടക്കുന്നുണ്ടോ? അല്ല, പ്രതിഷേധം പല ഭാഗത്തു നിന്നും പല ആൾക്കാരും ഉന്നയിക്കുമല്ലോ. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ തിരിച്ചറിയാൻ അറിയാത്ത ഒരുപാട് ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട്. അപ്പം അത് കൃത്യമായി മനസ്സിലാക്കും. ഒരു നല്ലത് ചെയ്യുമ്പോൾ ആ നല്ലതാണെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. അതിനെ മോശമായി ചിത്രീകരിക്കാനും അതിനിടയിൽ പല കാര്യങ്ങൾ ഉന്നയിക്കാനും നടക്കുന്ന ആൾക്കാർ ചിന്തിക്കുക, അവർക്ക് ഈ കഴിഞ്ഞ കാലങ്ങൾ കൊണ്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ തുടക്കം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു മാസം ആവുന്നതേ ഉള്ളൂ. ആ സമയത്ത് തന്നെ കൃത്യമായി പറഞ്ഞ 5 ഗ്യാരണ്ടികളിൽ ആദ്യത്തെ ഗ്യാരണ്ടി നടക്കാൻ പോകും. അപ്പോൾ ആ കാര്യത്തിന് അത് നടക്കുന്നത് കൊണ്ടുള്ള അസൂയമായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. സീരിയസ്ലി അങ്ങനെ അതിന് ഒരു കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ട്. അപ്പം കൃത്യമായി ഓരോ കാര്യങ്ങൾ ചെയ്തു വരികയാണ്. പറഞ്ഞു ആദ്യം ഇങ്ങനെയുള്ള ബസ്സുകളിൽ, ഓർഡിനറി ബസ്സുകളിൽ, പിന്നെ അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കും. എല്ലാവർക്കും മനസ്സിലാവുന്ന, ജനങ്ങളെ സ്നേഹിക്കുന്ന, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ മുഖ്യമന്ത്രി ഉള്ളപ്പോൾ നമ്മൾ എന്തിനു പേടിക്കണം? നമ്മളൊന്ന് പിച്ച വെച്ചോട്ടെ എന്നല്ല. മുൻകാലങ്ങളിലും UDF സർക്കാർ ഇരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളിലൊക്കെയും കൃത്യമായി അത് ഉൾക്കൊണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഭരണം വന്നു കഴിയുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്യും. ഇപ്പോൾ പിച്ച വെച്ചോട്ടെ എന്ന് ചോദിച്ചില്ല, അപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഒരുപാട് അങ്ങോട്ടുണ്ട്. ആ കാര്യങ്ങൾ ആ വരും സമയങ്ങളിൽ എല്ലാം ചെയ്യുമെന്നുള്ള വിശ്വാസമുണ്ട്. ഏറെ സന്തോഷം. ഇതാണ് അമയപ്രസാദിൻ്റെ പ്രതികരണം. ഇവിടെ കുറേ ഉമ്മമാരുണ്ട്. ഉമ്മ, വളരെ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. അതായത് ഇപ്പം പ്രതിപക്ഷം പറയുന്നത് എന്തെന്ന് വെച്ചാൽ, എന്തിനാണ് ഇത് കൊടുത്തത്, വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നു. ഒരിക്കലും അല്ല. ഇന്ന് ഞാൻ ബസ്സിൽ വന്നപ്പോൾ 3 മാസം പോലും പോകില്ല എന്ന് പറയുന്നു. 3 മാസമില്ല, 10 വർഷം ഇതുപോലെ പോകും. നമ്മളുടെ പാവപ്പെട്ട ഒരുപാട് ജനങ്ങളുണ്ട്. അവർക്കെല്ലാം ടിക്കറ്റ് എടുക്കാതെ വരുന്നത് എന്ത് മാനസികമായിട്ട് അവർക്ക് സന്തോഷം കൊള്ളുമ്പോൾ നമ്മുടെ ഭരണം മുന്നിലോട്ട് നിലനിർത്തി കൊണ്ടുപോകും. പിന്നെ കൂടാതെ സന്തോഷമാണ്. വളരെ സന്തോഷം. പ്രിയദർശിനി ട്രാൻസ്പോർട്ടിൻ്റെ ഇത് നമ്മുടെ UDF സർക്കാരിൻ്റെ ആദ്യത്തെ മുന്നോടിയായിട്ടുള്ള ഈ മംഗളകരമായ കാര്യം ഇത് കാണുന്നതിനാണ് ഞാൻ എത്തിച്ചേർന്നത്. വളരെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വൃദ്ധർക്കും എല്ലാവർക്കും വണ്ടിയിൽ കയറി സൗജന്യമായിട്ട് യാത്ര ചെയ്യാമെന്ന് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാനിവിടെ പൂജപ്പുരയിൽ നിന്നാണ്, ട്രിവാൻഡ്രം പൂജപ്പുര. ഈ പദ്ധതി തുടർന്ന് മുന്നോട്ട് പോകുമോ? നമ്മളെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് അഭിപ്രായം? തീർച്ചയായിട്ടും എല്ലാവരും ഒരുമിച്ച് കൂടെ നിന്നാൽ നന്നായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അതായത് ഈ പദ്ധതി മുന്നോട്ട് പോകുമെന്നുള്ളൊരു അഭിപ്രായമാണ് അവർ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അതായത് നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിയെല്ലാം മറികടന്നുകൊണ്ട് ഈ ഒരു പദ്ധതി കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് സ്ത്രീജനങ്ങൾ ഉൾപ്പെടെ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.